പൃഥ്വിരാജിനെ പോലെ അറിയോ? അയ്യോ ഇല്ല, എന്റെ രാജമംഗലം എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്നല്ലേ ഞാൻ പറഞ്ഞു. അതെനിക്കറിയാം, ഇവക്ക് അവള് ഭയങ്കര ആരാധിക്കുന്ന ഒരാളാണ്. അതവക്കറിയാം. ശ്രേയക്കുട്ടി ഒന്ന് മാറ്റി വിളിച്ചു വേണ്ട കേട്ടോ, ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാം അറിയാമെന്ന് പറഞ്ഞപ്പോ അയ്യോ എനിക്ക് കേട് കിട്ടിയ ഒരു സൗഭാഗ്യം. എടി ഞാൻ പറഞ്ഞു രാജമംഗലം എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞു. അപ്പൊ MG അങ്കിൾ പറഞ്ഞു എനിക്ക് എന്താ പറഞ്ഞേ, രാജമംഗലിനെ പോലെ ഒരാളെ ഞാൻ പറഞ്ഞില്ല. അയ്യോ രാജമംഗള് കല്യാണം കഴിച്ചില്ല, ഇനിയിപ്പോ എന്തോ ചെയ്യാനാണ്, കാരണം വേറെ ഒന്നുമല്ല, ഇനി വേറെ ആരെങ്കിലും നോക്ക്. അതുകൊണ്ടെന്താ ഞാൻ ഫാൻ ഗേൾ അതാണ്. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു ഇതുപോലെ രാജു അങ്കിളിനെ പോലെ ഒരാള് വേണം. അങ്ങനെ ഞാൻ പറഞ്ഞു പറഞ്ഞായിരുന്നല്ലേ? പറഞ്ഞില്ല, പറഞ്ഞു. പിന്നെ അത് പിന്നെ അക്സെപ്റ്റ് ചെയ്തു. അത് പിന്നെ ഒരാളെ പോകുമ്പോഴും വരുമ്പോഴും ഒക്കെ അങ്ങനെ പറഞ്ഞില്ലേന്ന് വെച്ചാൽ ഞാനത് അക്സെപ്റ്റ് ചെയ്തു. അതിലൊക്കെ ഒരുപാട് കഥകളുണ്ട്. അത് അവൾക്ക് അറിഞ്ഞൂടാ, അത് കള്ളത്തരായതാണ്. നേരത്തെ പറഞ്ഞ കള്ളമല്ലേ എന്റെ എല്ലാം, എന്റെ മനസാക്ഷി കണ്ടോ, ഇതാ വഴക്കുണ്ടാക്കിപ്പോ അവക്ക് അറിയാല്ല. ഇല്ല എല്ലാം അറിയാം. നിങ്ങള് ഇതിന് മുമ്പ് ഏതോ ഒരു സിനിമയിൽ എന്ന് പറഞ്ഞ അമർ അക്ബർ ആന്റണി, അതിനകത്ത് ഏത് പാട്ട്? എന്നോ ഞാൻ എന്റെ അത് അതിന്റെ ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ ഏതാണ്ട് ഒരു സംഭവം കണ്ടല്ലോ. അത് കണ്ട ഞങ്ങൾക്ക് കോമഡി ആണ്, കാരണം ഞങ്ങളുടെ അന്നത്തെ ആ ഒരു അവസ്ഥ എന്ന് പറയുന്നത് രണ്ടുപേരും ചെറുതാണ്, പിന്നെ ഇത്ര വലുതല്ല, രണ്ടുപേരും നല്ല കുഞ്ഞിതാണ്. ഇവള് കിടന്ന് അഭിനയിക്കുന്നുണ്ട്, ഞാൻ എന്നോ ഞാൻ പാടുമ്പോ ഇവള് മറ്റേ അഭിനയിക്കുന്നുണ്ട്, കയ്യും കാലൊക്കെ എടുത്ത് ഭയങ്കര അഭിനയം. ഇവള് അവിടെ നിന്ന് പാടുന്നു. അപ്പൊ എപ്പോഴും ചെല്ലുമ്പോ അതാണ് ഇവള് പാടും, ശ്രേയ പാടും. അപ്പൊ ഞാൻ അഭിനയിക്കാണല്ലോ ചെയ്തിരിക്കുന്നത്. അപ്പൊ അത് കാണിക്കാൻ, വിഷ്വൽ കാണിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ നിന്ന് അഭിനയിച്ച് കാണിക്കും. അപ്പൊ ഇപ്പൊ ചെയ്യുകയാണെങ്കിലും അത് തന്നെ വലിയ മാറ്റമൊന്നുമില്ല. പക്ഷെ ഇപ്പൊ കുറച്ച് മയത്തിനൊക്കെയാണ് ചെയ്തത്. പക്ഷെ ആ ഷോയിൽ ഏറ്റവും കൂടുതൽ നമ്മുടെ ലുക്സും ഫാഷൻ സ്റ്റൈലും എല്ലാം ഇപ്പൊ കൊറേ മാറിയല്ലോ. ഇവളുടെ മുഖം നല്ലോണം മാറി, എന്റെ മുഖമായാലും കൊറേ മാറി. അപ്പൊ അത് ഇപ്പൊ കാണുമ്പോ അങ്ങനെ ഞങ്ങൾ രണ്ടുപേർക്കും തോന്നും. ഒരു സത്യം പറയട്ടെ, അങ്ങനായോ നെഞ്ചത്തടിക്കാൻ തോന്നുന്നു. അയ്യോ, അവരാണോ എന്റെ മുമ്പിൽ ഇരിക്കുന്നത്? അങ്ങനെ അടിക്കരുത് കേട്ടോ. അല്ല, വളരെ സങ്കടം തോന്നുന്നു. അതായിരുന്നു ശിശു, ഇപ്പൊ ശിശു അല്ല. 18 വയസ്സൊരു ശിശു. 18 വയസ്സൊരു ശിശു. ശരി, എന്തായാലും അതൊന്ന് കേക്കട്ടെ ആ പാട്ട്. ഇന്നോ ഞാൻ എൻ്റെ മുറ്റത്തോരറ്റത്ത് പുന്നാരിച്ചൊരു മുല്ല നട്ടു, കണ്ണീർ തേവി നനച്ചു കിനാവിൻ്റെ പൊന്തൂവൽ കൊണ്ട് പന്തലിട്ടു, മിണ്ടാതെത്തിയ കാറ്റൊരു കൗതുകം കൊണ്ടാവഴിയിലൊന്നു തൊട്ടു, രണ്ടാം നാളിൻ്റെ ജീവനമൊട്ടവൻ എന്തേ വന്നു കട്ടു, ഇരുട്ടിന്റെ കൂട്ടിൽ കൊണ്ടേയിട്ടു. നീ അഭിനയിച്ചോ? പിന്നെ കണ്ടില്ലല്ലോ, എന്തൊരു അഭിനയം, ശ്വാസം പോലും പുറത്തേക്ക് അഭിനയിച്ച് തള്ളിയില്ലേ, വാരി വിതറായിരുന്നു. ആ ലാസ്റ്റിലത്തെ പോർഷൻ അതിന്റെ വരി എന്താണ്? രണ്ടാം നാളെന്റെ ജീവനമൊട്ടവൻ എന്തേ വന്നു കട്ടു, ഇരുട്ടിന്റെ കൂട്ടിൽ കൊണ്ടേയിട്ടു. ആ ഇരുട്ടിന്റെ കൂട്ടിൽ കൊണ്ടേയിട്ടുണ്ടല്ലോ, ഒന്ന് കാണിച്ച എക്സ്പ്രഷൻ. ഇല്ല, നീ അവള് പാടിയാലേ എനിക്ക് ഇരുട്ടിന്റെ കൂട്ടിൽ കൊണ്ടേയിട്ടു. കണ്ടോ സങ്കടം, എന്തൊരു അഭിനയായിരുന്നു. പുഷ്പവർഷം പാട്ട് പാടിയിട്ട് മഴ പെയ്ക്കുന്നെന്ന് കേട്ടോ.